ബംഗ്ലാദേശിലെ ഇസ്ലാമിക ഭീകരതയ്ക്ക് അറുതിയില്ല. വടക്കൻ ബംഗ്ലാദേശിൽ ഹൈന്ദവ സംഘടനാ നേതാവിനെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ നേരിടുന്ന അതിക്രമങ്ങൾ തടയാൻ കൃത്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഭാരതം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് വീണ്ടും ക്രൂരത അരങ്ങേറിയത്. മുൻപും ഇത്തരം കൊലപാതകങ്ങൾ നടത്തിയ കുറ്റവാളികൾ ശിക്ഷാ നടപടിയില്ലാതെ വിഹരിക്കുകയാണ്. ബംഗ്ലാദേശിൽ വീണ്ടും ഹിന്ദുവേട്ട തുടരുകയാണ്. പ്രമുഖ ഹിന്ദു സമുദായ നേതാവായ ബാബേഷ് ചന്ദ്ര റോയിയെ ഇസ്ലാമിസ്റ്റുകൾ കടത്തിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി. ക്രൂരമർദ്ദനത്തെ തുടർന്നാണ് 58-കാരൻ്റെ മരണം. വ്യാഴാഴ്ച വടക്കൻ ബംഗ്ലാദേശിലെ ദിനാജ്പൂർ ജില്ലയിലാണ് സംഭവം. വൈകിട്ട് 4:30 റോയിക്ക് ഒരു ഫോൺ കോൾ വന്നു. ബാബേഷ് വീട്ടിലുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയായിരുന്നു ആ ഫോൺ വിളി. അദ്ദേഹം വീട്ടിലുണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് അക്രമികൾ വീട്ടിലെത്തിയതെന്ന് ബാബേഷിന്റെ ഭാര്യ ശാന്തന പറയുന്നു. അരമണിക്കൂറിന് ശേഷം 2 ബൈക്കുകളിലായെത്തിയ 4 പേർ ബലം പ്രയോഗിച്ച് ബാബേഷിനെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. നരബരി ഗ്രാമത്തിൽ എത്തിച്ച ശേഷം അദ്ദേഹത്തെ ക്രൂരമായ പീഡനത്തിനും ആക്രമണത്തിനും വിധേയനാക്കി. പിന്നീട് വാനിൽ വീട്ടിലേക്ക് അയക്കുകയായിരുന്നു. ബോധരഹിതനായി കണ്ടെത്തിയ ബാബേഷിനെ ബന്ധുക്കൾ ആശുപത്രിയിലെത്തിച്ചു. എന്നാൽ അതിനു മുൻപേ മരണം സംഭവിച്ചതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ബംഗ്ലാദേശ് പൂജ ഉജ്ജവൻ പരിഷത്തിന്റെ ബീരാൾ ഘടകം വൈസ് പ്രസിഡന്റായിരുന്നു ബാബേഷ്. പ്രദേശത്തെ പ്രധാന സാമുദായിക നേതാവായിരുന്നു. തട്ടിക്കൊണ്ടുപോയവരിൽ 2 പേരെ ബാബേഷിന്റെ ഭാര്യ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തെ തുടർന്ന് ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ ക്രൂര കൊലപാതകവും. ഇത് ഭാരതവും മുഹമ്മദ് യൂനിസിന്റെ ഇടക്കാല സർക്കാരും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും എതിരായ അതിക്രമങ്ങളെക്കുറിച്ച് ഭാരതം വീണ്ടും ആശങ്കകൾ ഉന്നയിച്ചു. ഹിന്ദു നേതാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവത്തിൽ ശക്തമായ പ്രതികരണമാണ് ഭാരതം നടത്തിയത്. യൂനിസ് സർക്കാരിനോട് ഹിന്ദുക്കൾ ഉൾപ്പെടെ എല്ലാ ന്യൂനപക്ഷങ്ങളെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നിറവേറ്റണമെന്ന് ഭാരതം ആവശ്യപ്പെട്ടു. ബാബേഷ് ചന്ദ്ര റോയിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി കൊലപ്പെടുത്തിയതിൽ ഭാരത വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അതീവ ദുഃഖം രേഖപ്പെടുത്തി. മുൻപും ഇത്തരം കൊലപാതകങ്ങളിലെ കുറ്റവാളികൾ ശിക്ഷാ നടപടികൾ ഇല്ലാതെ വിഹരിക്കുകയാണ്. ഇടക്കാല സർക്കാരിന്റെ കീഴിൽ ഹിന്ദു ന്യൂനപക്ഷങ്ങൾ ആസൂത്രിതമായി പീഡിപ്പിക്കപ്പെടുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള നടപടികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബംഗ്ലാദേശി ഉദ്യോഗസ്ഥരോട് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെടുകയും ചെയ്തു. പശ്ചിമ ബംഗാളിൽ നടക്കുന്ന സംഘർഷത്തെക്കുറിച്ചുള്ള ബംഗ്ലാദേശ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണത്തെ പാടെ തള്ളിക്കൊണ്ടായിരുന്നു ഇത്. ഇന്ത്യയുടെ കാര്യത്തിൽ അധികം ശ്രദ്ധ ചെലുത്തേണ്ടതില്ലെന്നും ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ നിയന്ത്രിക്കാനുള്ള നടപടികളിലാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടതായി രൺധീർ ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു. രാജ്യത്ത് ഹിന്ദുക്കൾ നേരിടുന്ന അതിക്രമങ്ങൾ തടയാൻ കൃത്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ബംഗ്ലാദേശിനോട് ഭാരതം ആവശ്യപ്പെട്ടിരുന്നു. ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. തായ്ലൻഡിലെ ബാങ്കോക്കിൽ നടന്ന ബിംസ്റ്റെക് ഉച്ചകോടിക്കിടെയായിരുന്നു കൂടിക്കാഴ്ച. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തുടർക്കഥയായതോടെ നയതന്ത്രബന്ധം വഷളായ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഹമ്മദ് യൂനിസുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഹിന്ദുക്കൾക്കെതിരായ ആക്രമണം തടയാൻ നടപടികളെടുക്കണമെന്ന് യൂനിസിന് കൃത്യമായി മോദി നിർദ്ദേശം നൽകി. ഭാരതത്തോട് ചായ്വ് പ്രകടിപ്പിച്ചിരുന്ന ബംഗ്ലാദേശിനിപ്പോൾ ചായ്വ് പാകിസ്ഥാനോടാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്നും പുറത്താക്കിയതിന് പിന്നാലെ പാകിസ്ഥാനുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഭാരതത്തോടുള്ള നയതന്ത്രബന്ധം വഷളാകുന്നതിനിടെയാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനുമായി കൂടുതൽ അടുക്കുന്നത്. 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യ സെക്രട്ടറിമാർ കൂടിക്കാഴ്ച നടത്തി. പാക് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാറിന്റെ ബംഗ്ലാദേശ് സന്ദർശനത്തിന് മുന്നോടിയായിട്ടായിരുന്നു വിദേശകാര്യ സെക്രട്ടറിമാരായ മുഹമ്മദ് ജസീമുദ്ദീനും ആംന ബലൂച്ചും തമ്മിലുള്ള കൂടിക്കാഴ്ച. മുൻകാലത്തെ പരിഹരിക്കപ്പെടാത്ത നിരവധി പ്രശ്നങ്ങൾ കൂടിക്കാഴ്ചയിൽ പാകിസ്ഥാനെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി ജസീമുദ്ദീൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ബംഗ്ലാദേശിലെ പാകിസ്ഥാനികളുടെ പുനരധിവാസം, അവിഭജിത ആസ്തിയുടെ തുല്യ വിതരണം, 1970-ലെ ചുഴലിക്കാറ്റിൽ ഇരയായവർക്ക് ലഭിച്ച വിദേശ ധനസഹായത്തിന്റെ കൈമാറ്റം, 71-ൽ പാക് സൈന്യം നടത്തിയ കൂട്ടിക്കുരുതിക്കുള്ള പരസ്യമായ മാപ്പുപറയൽ തുടങ്ങിയ വിഷയങ്ങൾ പാകിസ്ഥാനെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി ജസീമുദ്ദീൻ വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ടെന്ന് പാകിസ്ഥാനെ ധരിപ്പിച്ചതായും ജസീമുദ്ദീൻ കൂട്ടിച്ചേർത്തു.